തിരുവനന്തപുരത്തെ ഉദിയന്നൂർ ദേവി ക്ഷേത്രത്തിൽ പൊങ്കാലയിട്ട ആയിരങ്ങൾ. ഉത്സവത്തിന്റെ 5ാം ദിനമായ ഇന്നലെയായിരുന്നു പൊങ്കാല. മെയ് 8ഓടുകൂടി ഉത്സവത്തിന് പരിസമാപ്തിയാകും. നക്ഷത്രമായ പുണർദം നാളിലാണ് ക്ഷേത്രത്തിലെ പൊങ്കാല. 10:35 പൊങ്കാല അടുപ്പുകളിൽ തീ പകർന്നു. 12 മണിയോടുകൂടി ദേവിക്ക് നിവേദ്യമർപ്പിച്ചു. ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയാണ് ഓരോ ഭക്തജനങ്ങളും പൊങ്കാല അർപ്പിക്കാൻ എത്തിയത്. വർഷങ്ങളായി അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല അർപ്പിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. അറിവായപ്പം മുതൽ പൊങ്കാലയ്ക്ക് പങ്കെടുക്കാറുണ്ട്. ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലമാണ്. ദേവിയാണ് ഞങ്ങളെ ഇത്രയും വളർത്തി ഇത്രയും കൊണ്ടുവന്നത്. പൂർണ്ണ വിശ്വാസമാണ്. ഉത്സവത്തിന്റെ 9ാം ദിവസം പള്ളിവേട്ടയും 10ാം ദിവസം തിരുവാറാട്ടും നടക്കും. ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന തിരുവാറാട്ട് സമീപ ക്ഷേത്രത്തിൽ ആറാടിയതിനു ശേഷം തിരിച്ച് ഉദയന്നൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ പൂരക്കാഴ്ച ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട്. ക്ഷേത്രം ഏകദേശം 1300ഓളം വർഷത്തെ പഴക്കമുള്ളതായിട്ടാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പറയുന്നത്. മരുതൻകുഴി പ്രത്യേകിച്ചും നമ്മുടെ കിള്ളിയാറിനാണ് അതിൻ്റെ ഐതിഹ്യം ബന്ധപ്പെട്ട് കിടക്കുന്നത്. കിള്ളിയാറിൽ നിന്നും ഒരു ഭക്തൻ അമ്മയുടെ തിരുമുടി പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതായിട്ടാണ് ഐതിഹ്യം വിവരിക്കുന്നത്. കിള്ളിയാറും വയലും എല്ലാം ചേരുന്ന കാർഷിക ഉത്സവമായി ക്ഷേത്രോത്സവം മാറുകയാണ്. ഊരുട്ട് മഹോത്സവം പഴയകാല രാജാവിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു മഹോത്സവം കൂടിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നേരെ അമ്പല ഉത്സവത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിനെ ഒരു സാംസ്കാരിക ഉത്സവമാക്കി മാറ്റിയെടുക്കാനാണ് ഞങ്ങളെല്ലാവരും ചേർന്ന് പരിശ്രമിക്കുന്നത്. ഏപ്രിൽ 29 തുടങ്ങിയ ഉത്സവം മെയ് 8 തിരുവാറാട്ട് ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നതോടെ കൊടിയിറങ്ങും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.